ഹലോ നമസ്കാരം. സജു സ്ക്രീൻ വേൾഡിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് മുമ്പ് നിങ്ങൾ കണ്ട വീഡിയോ ആണ്. അതിൽ ഈ വളർച്ചയുടെ പല ഘട്ടങ്ങൾ നിങ്ങൾ കണ്ടു കാണത്തില്ല. അപ്പോൾ അത് ഗ്രാഫ്റ്റ് ചെയ്തത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളും കൂടെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഏകദേശം ഒരു 14ഓളം ഇനങ്ങളാണ് ഞാനിതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചത്. അവയെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ വളരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ മാങ്ങയൊക്കെ കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു വർഷം കൂടെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇത് ചിലതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാളായപ്പോഴത്തേക്ക് അതിൽ പൂവൊക്കെ വന്നു. ഞാൻ പൂവൊക്കെ ഒടിച്ച് കളഞ്ഞു. കാര്യം അത് വളരാനാണ് ഇപ്പോൾ നമുക്ക് ആവശ്യം. പൂ വന്നിരുന്നാലും അത് കായ്ക്കത്തൊന്നുമില്ല, അത് കൊഴിഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ഒടിച്ച് കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ്ട് ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കുറച്ച് നാൾ 2 ആഴ്ച കൂടുതലായി, 3 ആഴ്ചയൊക്കെ ആയതാണിതിൽ. അപ്പോൾ ചില ക്ലിർപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഈ ചെറിയ ചെറിയ കിളറിൻ്റെ ഇലകളൊക്കെ വന്നതാണ്. അപ്പോൾ ഞാനിത് പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് ഇത്രയും വളർച്ചയായി. അപ്പോൾ നല്ല ഇലകളൊക്കെ നല്ല മുറ്റി നല്ല ഇലകളൊക്കെ വന്നിട്ടുണ്ട്. തണ്ട് നല്ല ഉറച്ചു. എങ്കിലും അതിൽ നിന്ന് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ആ പ്ലാസ്റ്റിക്, അതായത് അതിൻ്റെ മരവുമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ ഞാൻ റിമൂവ് ചെയ്യാൻ പാടില്ല. കാര്യം അത് കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് നല്ല ബലമായിട്ട് ഉറച്ചതിന് ശേഷം മാത്രമേ അത് റിമൂവ് ചെയ്യാവൂ. കാര്യം എന്ന് വെച്ചാൽ വല്ല കാക്കയോ കിളികളോ ഒക്കെ വന്ന് അതിൻ്റെ പുറത്തിരുന്ന് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ പാഴായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് നമുക്കത് റിമൂവ് ചെയ്താൽ മതി. നല്ല തണ്ടൊക്കെ നന്നായിട്ട് അതിൽ മരത്തിൽ പിടിച്ചത് എന്ന് ബോധ്യമായതിനു ശേഷം മാത്രം നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഡയറക്റ്റായിട്ട് മണ്ണിൽ നട്ട ഒരു തക്കാളി ചെടിയാണ്. ഇതിൽ കായകളുണ്ട്, നല്ല വളർച്ചയുണ്ട്. പക്ഷേ ഇതിൽ ബാക്ടീരിയൽ വാട്ടരോഗം പോലുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. കുരുടിപ്പ് വരാം, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരാം. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വഴുതനയിൽ തക്കാളി ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് നല്ല രീതിയിൽ നിറയെ കായ്കളുണ്ട്, നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. ഇതിൽ ബാക്ടീരിയൽ വാട്ടരോഗം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. ദീർഘകാലം വിളവ് കിട്ടും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.